നീ പോയി കാലിൽ വീണ് നമസ്കരിച്ച് വിളിച്ചോണ്ട് വന്നത് ഇയാളുടെ വായിന്ന് ഇതൊക്കെ കേൾക്കാനാ? പ്രകാശന്റെ മോദനയ്ക്കും ഇനി നാട്ടിൽ പറഞ്ഞു നടക്കാൻ ഒരു കഥയായി. മര്യാദ സംസാരിച്ചോണം. നിന്റെ കുടുംബത്തിലെ കാര്യം പറയാൻ ഞങ്ങൾക്ക് നാണക്കേട്. ഓ, ആ വീടിനെ പറ്റി പറയുമ്പോഴേ നാവ് കഴിക്കും. നിന്റെ മോമെന്ന് വിളിച്ചപ്പോഴേ വരാൻ തോന്നിയതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. പറ്റില്ലെന്ന് പറയാറില്ലടാ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? രണ്ടുതരം പായസം കൂട്ടി മൂക്കുമുട്ട സദ്യ ഉണ്ണാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ? അത് നടക്കാതെ പോയതിന്റെ ചുരുക്കിലും കയറി ഉപദേശിക്കാൻ വരില്ലേ? ഇനി ഈ വണ്ടി ഞാൻ ഇരിക്കത്തില്ല. ലളിതേ, ഇറങ്ങി. ഡ്രൈവറെ, വണ്ടി സൈഡാക്ക്. ആ, അതാ നല്ലത്. വലിച്ച പ്രശ്നം ഉണ്ടാക്കല്ലേ? എടാ നീ ചുമ്മാരടാ. ഇനി ഇതിൽ യാത്ര ചെയ്യാനോ? എന്റെ പട്ടി വരും അതിന്. എടാ ബാബേ, നീ ആ വണ്ടി സൈഡായി കൊടുക്കടാ. പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ. അത്രയും നേരം സ്വസ്ഥമായിട്ടിരിക്കുമല്ലോ മനുഷ്യന്. വെറുതെ ആ വണ്ടി സൈഡാക്കും. ഒതുകൂടാ. ലളിതേ, ഇറങ്ങടി. എഴുന്നേക്കടി. അമ്മേ, എഴുന്നേക്ക് എന്നെ പറഞ്ഞേ. പോകുന്നവരൊക്കെ അങ്ങ് പോയേ. എടി പോയി നോക്കിക്കൊണ്ടിരിക്കാതെ ഇറങ്ങണി ഇങ്ങോട്ട്. ഇറങ്ങ. വലിച്ച അവര് പൊക്കോട്ടെ സുഭാഷ് ഏട്ടാ, നിങ്ങൾ അവിടെ ഇരിക്കേ. ആ പിന്നല്ലാതെ. വലിച്ച നിങ്ങൾക്കിത് എന്തിന്റെ കേടായിരുന്നു? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി ഇതിലൊക്കെ കാരണം. നടക്കണേ ഇങ്ങോട്ട്. നമ്മൾ വിളിച്ചിട്ടല്ലേ അവർ വന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നും മിണ്ടാരടാ. ആ രണ്ടെണ്ണത്തിന് വിളിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, അവരുടെ കാലെടുത്ത് അകത്ത് വെച്ചാ അപ്പ ശനി ദശയാ. അതുപോലെ തന്നെ നടന്നു. ഹരീഷേ, നീ ഞാൻ ബ്രോക്കറെന്ന് വിളിച്ചേ. ബാക്കി അയാൾക്കുള്ളതാ. അയാളെ ഞാൻ 2 തവണ വിളിച്ചതാ, എടുത്തില്ല. ആ, അയാൾ എടുക്കൂല. അതാണ് മനഃപൂർവ്വം എടുക്കാതാണ്. അത് വിട്ടറാ. ഇനി അയാൾ ചെയ്തു വിളിച്ചിട്ട് എന്തിനാ?